ചെറിയ മെസ്സേജ് വചനങ്ങൾ മാത്രം വായിച്ചുകൊണ്ട് ഇരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. എബ്രായർ 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. സൂസനാൻ്റെ മ്യൂട്ടായി പോയി. ചൈതന്യമുള്ള ഏത് വാളിനേക്കാൾ അതിനേക്കാൾ മൂർച്ചയേറിയതും കാണാതറിയാവുന്ന വാക്യം വന്നാലും എടുത്തു വായിക്കാം. സ്തോത്രം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏത് വാക്കിനേക്കാളും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഈ ഞാൻ കഴിഞ്ഞ രാത്രികാലം ഞാൻ ഈ വചനമൊക്കെ ഇങ്ങനെയും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം തന്ന ആ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനും ദീർഘക്ഷമയുള്ള സ്വർഗ്ഗീയ പിതാവേ, ദിവസത്തിന്റെ രാവിലെ സമയത്ത് ദൈവസേനയിലായിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. ഞങ്ങൾ അനവധി വിഷയങ്ങൾ പ്രാർത്ഥിച്ചു, അനേക പ്രയർ റിക്വസ്റ്റുകൾ കേട്ടു. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. ഈ രാവിലെ സമയത്ത് ഏഴ് സ്തോത്രത്തോടെ താഴ്ത്തുകയാണ് കർത്താവേ. ഈ വചനത്തെ ദൈവസേനയെ താഴ്ത്തുകയാണ്. ഹല്ലേലൂയ. ഈ വചനം നിന്റെ ആണപ്പാ, ഏഴ് നിന്റെ വകയാണ്. ഹല്ലേലൂയ. ഏഴ് നാവിനെ ഹല്ലേലൂയ ഹല്ലേലൂയ നീ എടുത്ത് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ ശക്തിയാൽ സംസാരിപ്പാൻ തക്കോണം സ്വർഗ്ഗം ഇടയാക്കണം. ആ ക്രൂശിന്റെ മറവിൽ നിന്ന് സംസാരിപ്പാൻ ഏഴ് ജീവിതത്തിൽ ഇടയാക്കുമാറാകണം കർത്താവേ. നിന്റെ കൃപയാൽ ഏഴ് നിറയ്ക്കുമാറാകണം. ശത്രുവാൻ തകർത്ത് കളയുവാൻ, ഉടച്ചു കളയുവാൻ, നാശമാക്കാൻ നോക്കുമ്പോൾ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങൾ നീ വെളിപ്പെടുത്തി ഏറിയ കൃപാവരങ്ങളാൽ തന്ന് നിറയ്ക്കുമാറാകണം. കല്ലേലിയൊക്കെ വാരി വിതറുന്ന വചനങ്ങളെല്ലാം ദൈവത്തിന് അനുഗ്രഹമായി തീരുവാന്, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ, ദൈവസേനയിൽ കൂടുതൽ അടുക്കുവാൻ ഒക്കെ സ്വർഗ്ഗം ഇടയാക്കണേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ, അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. അത് ജീവൻ തരുന്ന വചനമാണ്. ഹല്ലേലൂയ. പലപ്പോഴും ഈ വചനം ചൈതന്യം തരുന്ന വചനമാണ്. നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ കയറുമ്പോൾ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ ഭാരത്തോടിരുന്നു, ഓടിച്ചെന്ന് ഞാൻ വചനം ഒന്ന് എടുത്തു, എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം കിട്ടിയെന്ന് പറയുവാൻ, അതെന്നെ ജീവൻ വെപ്പിച്ചെന്ന് പറയുവാൻ, അല്ലെ കേൾക്കുന്നത് നമുക്ക് പലപ്പോഴും എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ്. ചില ട്രാക്റ്റുകൾ കൊടുക്കുമ്പോൾ ചിലർ മരിക്കാനായിട്ട് കടന്നു പോകുന്നിടത്ത് ഒരു കഷ്ണം പേപ്പർ, അല്ലെങ്കിൽ വചനത്തിന്റെ ഒരു കഷ്ണം പേപ്പറും കൊണ്ട് അനേകം പേർക്ക് ജീവൻ കിട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ വചനം ചൈതന്യം തരുന്ന വചനമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആരോഗ്യം തരുന്ന, നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളെല്ലാം നീക്കത്തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന വചനങ്ങളാണ് ഈ വചനം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ വചനം നമ്മൾ ഹല്ലേലൂയ നമ്മുടെ വായിൽ നിന്ന് അനേകം പേരോട് ഈ വചനം പറയുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ യെശയ്യാ 55:11 പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ വചനം വായിൽ നിന്ന് പുറപ്പെടുമ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. നമ്മൾ ഒരാളോട് ഈ വചനം പറയുമ്പോൾ ഹല്ലേലൂയ, ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ അറിയുന്ന ദൈവം ഹല്ലേലൂയ അവരുടെ ഹൃദയങ്ങളെ ക്രിയ ചെയ്ത് എടുത്തുകൊണ്ട് ആ വചനം അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഈ വചനം ഇരുവായ്ത്തലയുള്ള വാള് ആണ്. ഹല്ലേലൂയ. ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. ഹല്ലേലൂയ. ഈ വചനം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ വചനത്തിന്റെ ആഴം ഹല്ലേലൂയ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത വചനമാണ്. ഹല്ലേലൂയ. ഈ വചനം ഹല്ലേലൂയ ഏത് കഠിന ഹൃദയരെയും ഹല്ലേലൂയ ഏത് തരത്തിലുള്ള മനുഷ്യരായാലും ഈ വചനം കേൾക്കുമ്പോൾ ആ ഹൃദയത്തെ ഹല്ലേലൂയ ഏകാഗ്രമാക്കി ശ്രദ്ധിച്ചാൽ ഹല്ലേലൂയ ഈ വചനം അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. ഈ യെരമ്യാവ് 23 എഴുതിയിട്ടുണ്ട്, ദൈവത്തിന്റെ വചനം തീ പോലെയും എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന അല്ലയോ എന്ന യഹോവയുടെ അരുളപ്പാട്. ചുറ്റിക പോലെയും അല്ലയോ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ അന്നേരം ഈ വചനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഹല്ലേലൂയ, ഞാൻ ഈ വചനങ്ങളെല്ലാം ദൈവം എനിക്ക് കഴിഞ്ഞ രാത്രികാലം തന്ന വചനമാണ്. ഞാൻ മത്തായി 13-ാം അധ്യായത്തിൽ ദൈവം ഹല്ലേലൂയ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഉപമകളെ കുറിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ അതിനകത്ത് 8 ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ അതിനകത്ത് ദൈവത്തിന്റെ വചനം വാരി വിതറുന്നതിനെ കുറിച്ച് ഹല്ലേലൂയ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ അവിടെ വിത്ത് വിതയ്ക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഞാനതിങ്ങനെ പഠിച്ചപ്പോൾ ഈ വചനങ്ങൾ വിതയ്ക്കുമ്പോൾ, വിത്തെന്ന് പറയുന്ന വചനമാണ്. നമ്മൾ ഈ വചനം വാരി വിതറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ദൈവത്തിൻ്റെ ആ വാരി വിതറുന്ന വചനങ്ങൾ കേൾക്കുന്നവരുടെ നിലം എങ്ങനെയായിരിക്കുന്നു, ആ ഹൃദയം എങ്ങനെയായിരിക്കുന്നു, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ നിലം
നല്ലതായിട്ട് കിടക്കുവാണെങ്കിൽ ഹല്ലേലിയ അത് ജീവൻ തരുന്നതാണ്, ചൈതന്യം തരുന്നതാണ്. ഹല്ലേലിയ ഏത് ഇരുവയറ്റിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. ഹല്ലേലിയ ആ വചനം കേൾക്കുമ്പോൾ ഏത് കഠിന ഹൃദയരെയും, ചിലത് വളരെ ഭാരപ്പെട്ട് കഠിന ഹൃദയരായിട്ടിരിക്കുമ്പോൾ ഈ വചനം അങ്ങോട്ട് കേൾക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കെയർലെസ് ആയിട്ടിരുന്നാൽ പിശാചി എത്രയും ഹല്ലേലൂയ വചനം കേൾക്കാതിരിക്കുവാനായിട്ട് അത് പിശാചി നോക്കുമ്പോൾ നമ്മൾ ഈ വചനമാണല്ലോ, അല്ലെങ്കിൽ വചനം എങ്ങനെയുള്ളതാണെന്ന് നമ്മളൊന്ന് അവർ പറയുന്നത് ജസ്റ്റ് ഒന്ന് കേൾക്കാനെങ്കിലും നമ്മൾ ഇരുന്ന് കൊടുത്താൽ ഹല്ലേലൂയ അത് നമ്മുടെ പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ഞങ്ങളെയും വേർപെടുത്തും വരെ തുളച്ച് ചെന്ന് ഹൃദയത്തിലെ ചിന്തകളെയും ഭാവനകളെയും എല്ലാം വിവേചിച്ചറിഞ്ഞ് ആ വചനം അവിടെ ക്രിയ ചെയ്യുവാനായിട്ട് സാധിക്കും. അങ്ങനെ പല പാസ്റ്റേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ കേട്ട വചനമാണ് എന്നെ വിടുതൽ തന്നത്. അത് ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, അനേകം പേർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ എന്തുകൊണ്ടാ നമ്മൾ പ്രാർത്ഥിക്കുക? ഈ വചനം ഓടുന്ന വചനമയച്ച ഹല്ലേലൂയ മനുഷ്യരെ ക്രിയ ചെയ്യണം. ഹല്ലേലൂയ എന്തുകൊണ്ടാ ഈ വചനം ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തെ തുളച്ച് ചെന്ന് നമ്മുടെ ചിന്തകളെയും ഭാവനകളെയും വിവേചിക്കുന്ന ഹല്ലേലൂയ ചില മനുഷ്യരുടെ സ്വഭാവത്തിനായിട്ട് പല രോഗികൾക്കും ഹല്ലേലൂയ വിടുതലിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. കർത്താവേ ഈ ഓടുന്ന വചനമയച്ച് അവരെ സൗഖ്യമാക്കണമേ. ദൈവപ്രവൃത്തിയാണ്, ദൈവത്തിന്റെ വചനമാണ് അത്. ഹല്ലേലൂയ ദൈവം പറഞ്ഞിട്ടുള്ളതിന് ഒരു വള്ളിക്കോ ഒരു പുള്ളിക്കോ ഒന്നിനും മാറ്റമില്ല. ഹല്ലേലൂയ ദൈവപ്രവൃത്തിയ വചനത്തിൽ കൂടി വെളിപ്പെടുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനമൊക്കെയും തീ പോലെയുള്ള വചനമാണ്. ഹല്ലേലൂയ ആ വചനം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ശത്രുവാൻ തകർത്ത് കളയുവാൻ നമ്മളെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ നമ്മൾ വചനം വായിക്കണം. വചനം വായിക്കുമ്പോൾ അത് തീയായിട്ട് നമ്മുടെ മൺകൂടാരത്തിലേക്ക് ഇറങ്ങി വരും. ശത്രുവാൻ കെട്ടുന്ന കെട്ടുകൾ അഴിഞ്ഞു മാറുവാൻ ഇടയാവും. ഹല്ലേലൂയ നമ്മുടെ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാൻ ഇടയാവും. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ അഴിഞ്ഞു മാറുവാൻ ഇടയാവും. നമ്മൾ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവപ്രവൃത്തി അതിൻ്റെ അകത്ത് ഹല്ലേലൂയ വചനം ചുറ്റിക പോലുള്ള വചനമായിരിക്കാൽ ഏത് കഠിന ഹൃദയരെയും ഹല്ലേലൂയ ഹല്ലേലൂയ മൃദുവാക്കുന്ന നിർമ്മലമാക്കുന്ന ഹൃദയം, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ തരണമേ എന്ന് വചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കി തരും. ഹല്ലേലൂയ നമ്മുടെ ജീവിതം അനേകം പേർക്ക് വഴികാട്ടികളായി തീരും. ഹല്ലേലൂയ നമ്മൾ വചനം വാരി വിതറുമ്പോൾ അനേകം പേർക്ക് അതൊരു അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, ഈ വചനം ഹല്ലേലൂയ വാരി വിതറുമ്പോൾ ഹല്ലേലൂയ ചില വിത്തുകൾ ഹല്ലേലൂയ വഴിയരിയ വീണ വിത്തുകളുണ്ട്. ഹല്ലേലൂയ അത് ഹല്ലേലൂയ ചില വിത്തുകൾ ഹല്ലേലൂയ പാറസ്ഥലത്ത് വീണ വിത്തുകളുണ്ട്. ഹല്ലേലൂയ ചിലത് മുള്ളിനടിയിൽ വീണ വിത്തുകളുണ്ട്. ഹല്ലേലൂയ ചില വിത്തുകൾ നല്ല സ്ഥലത്ത് വീണ വിത്തുകളുണ്ട്. ഇതിന്റെ അർത്ഥമൊക്കെ എന്താണ്? ഹല്ലേലൂയ നമ്മൾ നമ്മുടെ ജീവിതത്തെ തന്നെ തിരിഞ്ഞ് ചിന്തിക്കണം. ഹല്ലേലൂയ നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കുന്നു, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നു? ഹല്ലേലൂയ ഈ വചനങ്ങളൊക്കെയും കേൾക്കുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അത് നല്ല നിലത്താണോ വീണത്? ഹല്ലേലൂയ നമ്മുടെ ജീവിതവുമായിട്ട് ഒന്ന് തരണം ചെയ്ത് നമ്മൾ ദിവസം പ്രതി ഹല്ലേലൂയ നമ്മൾ ഇന്ന് മരിച്ചാൽ നമ്മൾ എവിടെ പോകുമെന്നുള്ളത് നമ്മളെ തന്നെ ശോധന കഴിക്കേണ്ട ദിവസമാണ്. മുള്ളിനടിയിൽ വീണാൽ ഹല്ലേലൂയ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പിശാചിട്ട് ഞെരുക്കുന്ന അന്ധകാര ശക്തികൾ ഹല്ലേലൂയ അത് കിടന്ന് ഞെരുങ്ങി നമുക്ക് ഒരു വിധത്തിലും പ്രയോജനം തരത്തില്ല. കിടന്ന് അമങ്ങി അത് നശിച്ചു പോകത്തേ ഉള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ പാറസ്ഥലത്ത് വീണാൽ നമ്മൾ വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ അത് പാറയുടെ പുറത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിങ്ങനെ ചെതറി പോകത്തേ ഉള്ളൂ. പക്ഷെ അത് ഒട്ടും ആ പാറ നനഞ്ഞിരിക്കത്തില്ല. ഹല്ലേലൂയ അതുപോലെ കഠിന ഹൃദയമായിട്ടുള്ള മനുഷ്യർ ചിലർ വചനങ്ങളൊക്കെ പ്രസംഗിക്കണം, കൺവെൻഷന് പോകണം, നമ്മൾ അവിടെ പോയി ഇരിക്കണം. പക്ഷെ എന്നുണ്ടെങ്കിൽ അവർ യാതൊന്നും ശ്രദ്ധിക്കാത്ത പോലെ അവരുടെ ജീവിതത്തിലേക്ക് അനേക ചിന്താമണ്ഡലങ്ങൾ പിശാച് കൊണ്ടുവന്നിടും. ഹല്ലേലൂയ അത് പാറസ്ഥലത്ത് വീണ പോലെ അതിങ്ങനെ തെറിച്ചു പോകുവാനിടയിൽ അത് ജീവിതത്തിന് പ്രയോജനം ചെയ്യത്തില്ല. ഹല്ലേലൂയ അത് മുള്ളിനടിയിൽ വീണാലും അത് തന്നെ. എന്നാൽ ഹല്ലേലൂയ വഴിയരികെ വീണാൽ ഹല്ലേലൂയ അത് ഇങ്ങനെ നടന്നു പോകുക. അവിടെ ഒരു കൺവെൻഷൻ നടക്കുക അല്ലേ, ഓക്കെ നമ്മൾ അതുവഴി ഒന്ന് നടന്നു പോവുക, ഓക്കെ അത് കേട്ട് അങ്ങനെ അങ്ങ് പോയി, നമ്മളത് ഗ്രഹിക്കുവല്ല. എന്നാൽ ഈ വചനം കേൾക്കുവാനായിട്ട് നല്ല നിലത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ വീഴുന്ന വിത്തുകളായിട്ട് നമ്മളൊക്കെ ആകുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ അത് നമ്മുടെ ജീവിതത്തിൽ 30, 60, 100 ഫലം കായ്പാൻ ഇടയാകും. ഈ കേൾക്കുന്ന വചനം നമ്മുടെ നല്ല നിലത്ത് വീഴുമ്പോൾ ഹല്ലേലൂയ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനിടയാകും. ഹല്ലേലൂയ എൻ്റെ ജീവിതം ഹല്ലേലൂയ എങ്ങനെയായിരിക്കുന്നു? അനേകം പേർക്ക് ഹല്ലേലൂയ അനുഗ്രഹമാണോ? അനേകം പേർക്ക് ഹല്ലേലൂയ അനേകം പേരോട് നമ്മൾ ഹല്ലേലൂയ സുവിശേഷം പറയുന്നുണ്ടോ? ഞാൻ ഹല്ലേലൂയ ഈ
അധമ കുഴിയിൽ കിടന്ന് നമ്മളെ ഓരോരുത്തരെയും വിടുവിച്ചെടുത്ത് നമ്മളെ ഇത്രത്തോളം ആക്കി തീർത്തെങ്കിൽ ഹല്ലേലൂയ, ഈ വചനം നമ്മളെ ക്രിയ ചെയ്തെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ബന്ധുമിത്രാദികള്, നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മുടെ സഹോദരങ്ങള്, മാതാപിതാക്കള് ഒക്കെയും വിശ്വാസത്തിൽ കടന്നു വന്നിട്ടില്ല എങ്കിൽ ഹല്ലേലൂയ, നമ്മൾക്ക് ഹൃദയത്തിനുള്ളിൽ ഒരു വേദന വരും. ഹല്ലേലൂയ, എന്താ ഹല്ലേലൂയ, നമ്മുടെ നല്ല നിലത്ത് വീണത്. നമ്മൾ നിത്യതയെ പോയാൽ മാത്രം പോരാ, നമുക്കുള്ളവരും നമ്മളെ സ്നേഹിക്കുന്നവര്, നമ്മളെ ബഹുമാനിക്കുന്നവര് ഒക്കെയും, നമ്മുടെ ആൾക്കാര്, നമ്മളോട് സംസാരിക്കുന്നവര് ഒക്കെയും അവരെയും നിത്യതയിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ആ ഒരു ചിന്താ മണ്ഡലം വരും. ഹല്ലേലൂയ, അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ, നമ്മൾ സുവിശേഷം പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ അതൊരു പ്രയോജനകരമായിട്ട് തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, അതാണ് 30, 60, 100 മേനി ഫലം കായ്ക്കുക എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, ഈ വചനം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വിടുവിച്ചെടുത്തെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ അനേകം പേർക്ക് വഴികാട്ടുകളായി തീരുവാൻ ഇടയാക്കും. ഹല്ലേലൂയ, ഈ കാലങ്ങളിലൊക്കെയും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെയും നമ്മൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വചനം ഏറ്റെടുത്തപ്പോൾ ഹല്ലേലൂയ, അത് നല്ല നിലത്ത് വീണതായിരുന്നു. എന്നാൽ നമ്മുടെ വായിൽ നിന്ന് വന്ന ഒരു വാക്ക് ഹല്ലേലൂയ, ആദ്യം ഒരു വാക്കായിരിക്കും, രണ്ടാമത്തെ ദിവസം അതൊരു പലതരത്തിലുള്ള പിശാചി ക്രിയ ചെയ്തെടുത്തുകൊണ്ട് നമ്മളെ ഒരു സെൽഫിഷ് മൈൻഡ് ആക്കി തീർത്തുകൊണ്ട് ഹല്ലേലൂയ, ആർക്കും ഒരു പ്രയോജനമില്ലാത്ത പോലെ ഹല്ലേലൂയ ജീവിതത്തെ തകർത്ത് കളയുവാനായിട്ട്, നിത്യത നഷ്ടപ്പെടുത്തുവാനായിട്ട് പിശാചി നോക്കുമ്പോൾ ദൈവകൃപ, ദൈവശക്തി പകരുവാനായിട്ട് ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ ജാഗ്രതയോട് പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. കിട്ടുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഹല്ലേലൂയ, 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 കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. ഹല്ലേലൂയ, സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു സൗണ്ട്, സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിപ്പാനിടയായി. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വരവ്, കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. നമ്മൾ സമയം തക്കത്തിൽ ഉപയോഗിക്കേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ. ഹല്ലേലൂയ, എന്തെല്ലാം കഷ്ടങ്ങൾ, രോഗങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെയും വന്നാൽ നമ്മൾ വചനം വായിക്കുമ്പോൾ, ഈ വചനം നമുക്ക് ജീവനും ചൈതന്യവും തരുന്ന വചനം, അനേകം പേർക്ക് അനുഗ്രഹമാക്കി തീർക്കുന്ന ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അത് അത്ഭുതമായിട്ട് വരുവാനായിട്ട് നമ്മൾ വചനം വായിക്കണം. ദിവസവും നമ്മൾ വചനം വായിക്കണം. കിട്ടുന്ന സമയം എല്ലാം വചനം വായിച്ച് അത് ഗ്രഹിച്ച്, നമ്മൾ ഒരു വചനം ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ അത് നമുക്ക് ഗ്രഹിക്കാൻ സാധിച്ചില്ല എന്നിരിക്കും. എന്നാൽ ഞാൻ പറഞ്ഞില്ല, ഈ 13-ാം അധ്യായത്തിൽ നമ്മൾ ഈ വചനം വിത്ത് വിതയ്ക്കുന്നതിനെ കുറിച്ച് ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ, ദൈവം തന്ന ആ വചനം വായിച്ചപ്പോൾ ദൈവം തന്ന വചനങ്ങളാണ് ഈ വചനങ്ങൾ. ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും ഓർത്തതല്ല. എന്നാൽ ഹല്ലേലൂയ, ഈ ജീവനവും ചൈതന്യവുമുള്ള വചനം ഹല്ലേലൂയ, ഈ ഇരുവായ്ത്തലയുള്ള വാള ഹല്ലേലൂയ, ഏത് കഠിന ഹൃദയരെയും ഏത് സന്ധിമഞ്ഞുകളെയും ഹല്ലേലൂയ, ഹല്ലേലൂയ കിഴിഞ്ഞിറങ്ങിച്ചെന്ന് ഹല്ലേലൂയ അത്ഭുതം പ്രവർത്തിക്കുന്ന വചനം നമ്മുടെ വായിൽ നിന്ന് വരുമ്പോൾ ഹല്ലേലൂയ, അത് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാണ്. മറ്റുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ അവർക്കതൊരു അനുഗ്രഹമാണ്. മറ്റുള്ളവർ വേദനകളിൽ കൂടി കടന്നു പോകുമ്പോൾ അവർക്ക് അതൊരു അനുഗ്രഹമാണ്. എന്ന് പറഞ്ഞാൽ അവർ വേദനയിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, എൻ്റെ സിസ്റ്ററെ വിഷമിക്കേണ്ട, അല്ലെ ബ്രദറെ വിഷമിക്കേണ്ട, ഞാനും ഈ വേദനകളിൽ കൂടി കടന്നു വന്നതാണ്. ഹല്ലേലൂയ, അനേകം പേര് ഹല്ലേലൂയ ലോകത്തിൽ ആരോടും പറയാതെ ഞെരുങ്ങുന്ന അനേക വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ, എന്നാൽ മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കണമെങ്കിൽ നമ്മളും അതേ സ്ഥാനത്തൂടെ കടന്നു പോകേണ്ടതാണ്. ഹല്ലേലൂയ, നമുക്കൊരു ഭാരം വരുമ്പോഴേ നമ്മൾ മറ്റുള്ളവരുടെ ഭാരത്തെക്കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. നമ്മുടെ വയറ് നിറഞ്ഞിരുന്നാൽ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ ദാരിദ്ര്യം അല്ലെങ്കിൽ ആ പട്ടിണി അല്ലെ ആ വിശപ്പിനെ കുറിച്ച് നമുക്ക് ചിന്തിപ്പാനിടയാകത്തില്ല. എന്നാൽ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വിഷമതകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ ഹല്ലേലൂയ ആർക്കും ഹല്ലേലൂയ ഭാരമില്ലാതെ ഇരിക്കുന്നില്ല. ഹല്ലേലൂയ, ആർക്കും വിഷമമില്ലാതെ ഇരിക്കുന്നില്ല. ആരും ഈ ലോകത്തിൽ നിന്ന് മരണപ്പെടാതെ ഇരിക്കുന്നില്ല. ഹല്ലേലൂയ, എല്ലാവരും ഈ ഓരോ ഭാരത്തിൽ കൂടി, ഓരോ സ്റ്റെപ്പിൽ കൂടി കടന്നു പോകുന്ന ദൈവമക്കളാണ്. ഹല്ലേലൂയ, അതിനൊക്കെയും വിടുതൽ പ്രാപിപ്പാൻ ഈ വചനം മാത്രമേ ഉള്ളൂ. ഈ വചനം ഹല്ലേലൂയ, ഹല്ലേലൂയ ജീവനും ചൈതന്യവും തരുന്ന വചനമാണ്. ഈ വചനം നമുക്ക് സന്തോഷം തരുന്ന വചനമാണ്. ഹല്ലേലൂയ, ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് പറയുവാൻ നമ്മുടെ നാവിനെ ഹല്ലേലൂയ നമ്മുടെ വാൾ പോലെ മൂർച്ചയാക്കുന്നു. ഹല്ലേലൂയ, എന്തുകൊണ്ടാ ഈ വചനം നമ്മൾ ഒരാളോട് പറയുമ്പോൾ അത് അനുഗ്രഹമായി, അല്ലെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അതൊരു അനുഗ്രഹമായി, ആ വിഷയത്തിന് വിട്ടുതലായെന്ന് കേൾക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കി തീർക്കണം. ഹല്ലേലൂയ, നമ്മൾ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കണം.
നമുക്കറിയാം ഹല്ലേലൂയ, ഈ എന്ത് നമുക്ക് സമയം ലഭിക്കുന്നില്ല. ഹല്ലേലൂയ, നമുക്ക് തന്നിരിക്കുന്ന സമയങ്ങൾ നമുക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ അത് നമുക്ക് ഇങ്ങോട്ട് കിട്ടാതെ വരുമ്പോൾ ഹല്ലേലൂയ അത് പോരാ എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും വരും. ഹല്ലേലൂയ, സമയം ഇത്ര വേഗം രാത്രിയായോ, ഇത്ര വേഗം ഈ പ്രയർ കഴിഞ്ഞോ, അല്ലെങ്കിൽ ഇത്രയും സമയമായോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിന്മേൽ ഒരു ദിവസമേ തന്നുള്ളതിലും നമ്മുടെ ജീവിതത്തിൽ അത് ഒരു അനുഗ്രഹമായി വരണം, മറ്റുള്ളവർക്ക് ഒരു പ്രയോജനകരമായി തീരത്തക്കോണം ഈ വചനം വായിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹല്ലേലൂയ, അത്ഭുതത്തിന്റെ കരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടി നീട്ടുവാൻ, ഹല്ലേലൂയ ഈ വചനം മറ്റുള്ളവരോട് പറയുവാൻ ഹല്ലേലൂയ സ്വർഗ്ഗം ഇടയാക്കണം. ഹല്ലേലൂയ, ഈ 2 തെസ്സലോനിക്കർ 3:1 വാക്യത്തിൽ പറയുന്നു, ഒടുവിൽ സഹോദരന്മാരെ, വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ചു മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പി. നമ്മൾ ഈ ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തില ഹല്ലേലൂയ, കഠിന ഹൃദയം നിറഞ്ഞ ഈ ലോകത്തില ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ പലപ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പെറുപെറുപ്പ്, നിരാശ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. ഇതിൽ നിന്നെല്ലാം വിടുവിക്കുവാനായിട്ട് നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും അൺസ്പോക്കൺ വിഷയങ്ങളായിട്ട് അനവധി വിഷയങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ, ഈ ശത്രുവായും തകർത്ത് കളയാതിരിക്കാതെ വേണം നമ്മളെ രക്തത്തിൽ മറയ്ക്കുവാനായിട്ട് അന്യോന്യമുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ, ഇപ്പം തന്നെ നമ്മൾ ഒരാളുടെ അസുഖം കേൾക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരെ രക്തത്തിൽ കവർ ചെയ്യുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, അവരെ അതിൽ നിന്ന് വിടുവിപ്പാൻ സ്വർഗ്ഗം ഇടയാക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ, ഈ വചനങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ദിവസം പ്രതി പ്രായോഗികമായി തീരുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ, ഹല്ലേലൂയ ഓടുന്ന വചനം അയച്ച് മറ്റുള്ളവർക്ക് വിട്ടുവയ്ക്കുവാൻ. ഞാനിപ്പോൾ ഹൂസ്റ്റണിൽ ഇരിക്കുന്നു, ഹല്ലേലൂയ വിർജീനിയയിൽ ഇരിക്കുന്നവർ, ഇന്ത്യയിൽ നിന്നുള്ളവർ, ഒഹായോ എന്നുള്ളവർ, ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങനെ എല്ലാ ഡാളസിൽ നിന്നുള്ളവർ, ഇസ്രായേലിൽ നിന്നുള്ളവർ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളെല്ലാവരും കൂടി കടന്നു വന്ന ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഈ വചനം അനുഗ്രഹിക്കപ്പെട്ട ഈ വചനം കേൾക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഹല്ലേലൂയ നമ്മുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കി വെച്ചേക്കാം. നമ്മളൊരു വചനം പ്രാർത്ഥിച്ചാൽ മതി ദൈവമക്കളെ, ആ വിഷയത്തിന് അവിടെ വിട്ടുതലാണ്. ഹല്ലേലൂയ, എന്തുകൊണ്ടാ? ദൈവപ്രവൃത്തി അതിന്മേൽ വെളിപ്പെടുന്നതുകൊണ്ട്. ഹല്ലേലൂയ, ഈ വചനം നമുക്ക് ജീവനും ചൈതന്യവും തന്ന, നമ്മളെ ദിവസം പ്രതി ഇന്ന് വരെ കാത്ത ദൈവം ഹല്ലേലൂയ ഇനി നമുക്ക് അനുഗ്രഹമായി വരട്ടെ. ഹല്ലേലൂയ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ തലമുറകളൊക്കെയും ദൈവത്താൽ അനുഗ്രഹമായി വരുവാൻ, മറ്റുള്ളവർക്കൊരു മാതൃകയുള്ള ജീവൻ നയിപ്പാൻ. ഇന്ന് രാവിലെ ഷിബിനുണ്ടായിരുന്നല്ലോ, അവള് ഹല്ലേലൂയ UK-യിലായിരിക്കുന്നല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ, പൈതങ്ങളെ അങ്ങനെ ദൂരെ ആയിരിക്കുന്ന പൈതങ്ങളെയൊക്കെ രക്തത്തിൽ കവർ ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട്, ഹല്ലേലൂയ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളെല്ലാം ഹല്ലേലൂയ വിട്ടുവയ്ക്കുവാനായിട്ട് നമ്മൾ ഹല്ലേലൂയ. കേരളത്തിൽ ഇരിക്കുന്നവർ വിചാരിക്കും അമേരിക്കയിൽ അവർ സുഖിക്കുകയാണെന്ന്. ഒന്നുമല്ല ദൈവമക്കളെ, അമേരിക്കയിൽ ഇരിക്കുമ്പോൾ വിചാരിക്കും കേരളത്തിൽ സുഖം. എന്നാൽ എല്ലാവരുടെയും ജീവിതത്തിൽ കഷ്ടതകൾ, രോഗങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ നമുക്ക് ജീവനും ചൈതന്യം തരുന്ന വചനമാണ്. ഹല്ലേലൂയ, ശത്രുവായും തകർത്തുകളെ നോക്കുമ്പോൾ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവരുടെ ഹൃദയങ്ങളെയും ക്രിയ ചെയ്യും. ഹല്ലേലൂയ, അവരെയും ചില ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അവരെയും ദൈവസന്നിധിയിലാക്കുവാൻ സ്വർഗ്ഗം ഇടയാക്കും. ഹല്ലേലൂയ, ഈ വചനം നമുക്ക് എല്ലാത്തിനും ഹല്ലേലൂയ. പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, രോഗമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ഒരു ലിക്വിഡ് മെഡിസിൻ ആയിരിക്കും കൊടുക്കുന്നത്, അല്ലെ ഒരു പാരസിറ്റമോൾ ആയിരിക്കും. ഞാൻ വേദനയായിട്ട് ചെന്നാലും, പനിയായിട്ട് ചെന്നാലും, അല്ലെങ്കിൽ വയറ്റുവേദനയായിട്ട് ചെന്നാലും എല്ലാത്തിനും ഒരു മെഡിസിൻ ആയിരിക്കും. പണ്ടൊക്കെ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ വചനം ഹല്ലേലൂയ ഏത് ഹൃദയങ്ങളെയും, ഏത് രോഗത്തെയും, ഏത് വിഷമത്തിലുള്ള കാര്യങ്ങളെയും ഹല്ലേലൂയ നമുക്കൊരു വിഷയത്തിന് വിട്ടുതൽ കിട്ടാതെ നമ്മൾ ഭാരപ്പെടുമ്പോൾ പ്രാർത്ഥിച്ച് ആ വിഷയത്തിന്മേൽ മോനച്ചൻ പാസ്റ്റർ പറയുന്ന പോലെ ആ വചനം ഒന്ന് വാരി വിതറുമ്പോൾ അതിന്മേൽ നമുക്ക് വിട്ടുതൽ തരുന്ന ദൈവമാണ്. ഇന്നത്തെ രാവിലെ സമയത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമക്കളെ, നമുക്ക് ഹല്ലേലൂയ എല്ലാം ഉണ്ടെങ്കിലും, കഷ്ടങ്ങളുണ്ടെങ്കിലും, ഭാരങ്ങളും ധൈര്യപ്പെടുവീന്. ഹല്ലേലൂയ, ഭയപ്പെടേണ്ട എന്ന് അരുളിവൻ ഈ ദൈവം മാത്രമാണ്. ഈ വചനം ദൈവത്തിൻ്റെതാണ്. വചനവുമായിട്ട് ഇറങ്ങി വന്ന നമ്മളെ ഓരോരുത്തരെയും കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവം, ഇന്ന് വരെ നടത്തിയ ദൈവം ഹല്ലേലൂയ എന്ന് പറയുവാനല്ലാതെ നമുക്ക് ഈ പ്രളയിലിരിക്കുന്ന എല്ലാവർക്കും ആ ഒരു വാക്കല്ല, ദൈവം നടത്തുന്നതുകൊണ്ട് നമ്മൾ നടക്കുന്നു. ഹല്ലേലൂയ, ഇതല്ലാതെ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ യാതൊന്നുമില്ല. ഈ ലോകത്തിൽ ഒന്നും പൂഴുവാനോ പ്രശംസിപ്പാനോ ഇല്ല, ഈ വചനം മാത്രം. ഹല്ലേലൂയ, ആകയാൽ ദൈവമക്കളെ ഹല്ലേലൂയ നമ്മളെ എല്ലാം ദൈവം കാക്കട്ടെ. ദിവസം പ്രതി നമ്മൾ ഓരോ നിമിഷവും കിട്ടുന്ന വചനങ്ങൾ, കിട്ടുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ദൈവസേനയിലായിരിക്കാൻ ദൈവം ഇടയാക്കട്ടെ. ഈ രാവിലെ സമയം ദൈവം തന്ന ഈ വചനത്തിനായിട്ട് ദൈവത്തിന്റെ സന്നിധി സ്തോത്രത്തോട് താഴ്ത്തുകയാണ്. ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ, അത്ഭുതം പ്രവർത്തിപ്പാൻ ദൈവം ഇടയാക്കട്ടെ.
ഹല്ലേലൂയ. ഇനി അനേക വിഷയങ്ങൾ പ്രാർത്ഥിപ്പാനുണ്ടല്ലോ. ഈ വചനം ഹല്ലേലൂയ എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം പ്രവർത്തിക്കട്ടെ.